മണിച്ചിത്രത്താഴ് എന്ന വിസ്മയം ഇന്നും പ്രേക്ഷകർക്ക് കണ്ടുമടുത്തിട്ടില്ല. മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ കഴിയാതെ പോയവർക്ക് ഇപ്പോൾ വീണ്ടും അതിനൊരു അവസരം ഒരുങ്ങുകയാണ്. ചിത്രം റിലീസിന് ഒരുങ്ങിക്കഴിഞ്ഞു. 30 വർഷം പൂർത്തിയാകുമ്പോഴും മണിച്ചിത്രത്താഴിന് പ്രേക്ഷക സ്വീകാര്യത അല്പം പോലും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കേരളീയത്തിന്റെ ഭാഗമായി കൈരളി തിയേറ്ററിൽ കണ്ട തിരക്ക്. ഇനിയും എത്ര വർഷം കടന്നുപോയാലും എത്ര സിനിമകൾ പുതിയതായി വന്നാലും മണിച്ചിത്രത്താഴിന്റെ സ്വീകാര്യതയ്ക്ക് കുറവുണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഇന്നും പല രീതിയിലുള്ള വായനകൾ മണിച്ചിത്രത്താഴിനെ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട്. ഇനി കൂടുതൽ മിഴിവോടെ മണിച്ചിത്രത്താഴ് ആസ്വദിക്കാനാകും എന്നതാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. റീമാസ്റ്ററിംഗ് ചെയ്താണ് ചിത്രം എത്താൻ പോകുന്നത്. ഇന്നും ടെലിവിഷനിൽ സ്ട്രീം ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കൗതുകത്തോടെ മണിച്ചിത്രത്താഴ് കാണുന്നവരാണ് കൂടുതൽ സിനിമാ പ്രേമികളും. ഈ ചിത്രത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ചതിൽ ചിത്രത്തിലെ ഗാനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഒന്നിന്റെ ബാക്കിയാണോ മറ്റൊന്ന് എന്ന് തോന്നിപ്പിക്കുന്ന ഗാനങ്ങളാണ് മണിച്ചിത്രത്താഴിലുള്ളത്. ഒരു മുറൈ വന്ന് പാറായോ എന്ന ഗാനവും പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ എന്ന ഗാനവുമൊക്കെ കേൾക്കുമ്പോൾ രണ്ടും തമ്മിൽ നല്ല സാമ്യം തോന്നും. ഒരേ രാഗത്തിലാണ് ഈ രണ്ട് ഗാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആഹിരി എന്ന രാഗമാണ് മണിച്ചിത്രത്താഴിലെ ഈ രണ്ട് ഗാനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ സംഗീതജ്ഞർക്കിടയിൽ അശുഭകരമെന്നും വിലക്കപ്പെട്ട രാഗമെന്നുമൊക്കെ വിശ്വസിക്കപ്പെടുന്ന ശോകരസ പ്രധാനമായ രാഗമാണ് ആഹിരി. ഈ രാഗത്തിന്റെ ഭാവം ഒരേ സമയം ഭയാനകവും ദൈവികവുമായതാണ് എന്നാണ് പറയപ്പെടുന്നത്. മണിച്ചിത്രത്താഴിലെ ഗാനങ്ങൾക്കായി ഈ രാഗം തന്നെ തിരഞ്ഞെടുത്തത് മലയാള സിനിമയിലെ തന്നെ അപൂർവമായ കാര്യമാണെന്നാണ് വിവരം. കർണാടക സംഗീതത്തിലെ 14ാം മേളകർത്ത രാഗമായ വാഗുളാഭരണത്തിന്റെ ജന്യരാഗമാണ് ആഹിരി. ഈ രാഗത്തെക്കുറിച്ച് മണിച്ചിത്രത്താഴിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഗംഗ അബദ്ധത്തിൽ തുറന്ന തെക്കിനിയിലെ മുറിയടച്ച് നാഗവല്ലിയെ കുടിയിരുത്താൻ തമ്പിയും ദാസപ്പനും പപ്പുവും കൂടി അവിടെ എത്തുമ്പോൾ നാഗവല്ലി പറയുന്ന വാക്കുകളിൽ ആഹിരി രാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ആഹിരിയിലെ കീർത്തനം ഒന്ന് പാടൂ എന്നാണ് ഈ സീനിൽ നാഗവല്ലി തമിഴിൽ ചോദിക്കുന്നത്. ആഹിരി രാഗത്തിന് വലിയ പ്രാധാന്യം ചിത്രത്തിൽ നൽകിയിട്ടുണ്ടെന്നതിന് ഈ സീനുകൾ തന്നെ ഉദാഹരണമാണ്. നാഗവല്ലിക്ക് ആഹിരി എന്ന രാഗത്തോടുള്ള പ്രിയം ഈ സീനുകളിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. യാദൃശ്ചികമായി ചിത്രത്തിലേക്ക് ഈ രാഗം വന്നതല്ലെന്നും തിരക്കഥാകൃത്ത് ആലോചിച്ചുറപ്പിച്ച് തന്നെ എഴുതിയതാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റു സീനുകളിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. നാഗവല്ലിക്ക് പ്രിയപ്പെട്ട രാഗമായ ആഹിരി തെക്കിനിയിൽ വെച്ച് ഗംഗ പാടുന്നതിലൂടെ ഗംഗയുടെ മാറുന്ന അല്ലെങ്കിൽ താളം തെറ്റുന്ന മനസ്സിനെ കാണിക്കാനാവും തിരക്കഥാകൃത്തും സംവിധായകനും സംഗീത സംവിധായകനും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കൂടാതെ ആഹിരി എന്ന വിലക്കപ്പെട്ട രാഗം പാടുന്നതിലൂടെ ഗംഗയ്ക്ക് പോകാൻ വിലക്കപ്പെട്ട തെക്കിനിയിലേക്ക് പോകുന്നതിനെയും കാണിക്കുന്നുണ്ട്. ഒരു ഹൊറർ മൂഡ് സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ ആകണം തിരക്കഥാകൃത്തായ മധുമുട്ടം അതിവൈദഗ്ധ്യത്തോടെ ഈ രാഗം തിരക്കഥയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരിൽ ഭയവും ഉണ്ടാക്കാൻ ഈ ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പഴക്കമേറിയ രാഗമാണ് ആഹിരി. മണിച്ചിത്രത്താഴിനായി ആഹിരി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. മാടമ്പള്ളിയിലെ തെക്കിനിയും നാഗവല്ലിയും രാമനാഥനും കാരണവരുമെല്ലാം പഴങ്കഥകളിലെ കഥാപാത്രങ്ങളാണ്. കേൾക്കുമ്പോൾ വളരെ പഴമ തോന്നുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ചിത്രത്തിന് ആവശ്യമായി വന്നത്. കൂടാതെ തെക്കിനി എന്ന വിലക്കപ്പെട്ട മുറിയുടെയും പഴങ്കഥകളുടെയും ദുരൂഹത സൂചിപ്പിക്കാനും ഈ രാഗത്തിന് എളുപ്പത്തിൽ കഴിയുന്നുണ്ട്. അതുപോലെ ഈ രാഗത്തിന്റെ ദൈവിക ഭാവത്തെ അതിസുന്ദരമായി സണ്ണി പാടുന്ന പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ എന്ന ഗാനത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. നകുലനെ കൊലപ്പെടുത്താനുള്ള ശ്രമം തടഞ്ഞതിന് പിന്നാലെ ഗംഗയിൽ ഉയർന്ന സൈക്കിക് വൈബ്രേഷൻ അല്ലെങ്കിൽ നാഗവല്ലിയുടെ പകയൊന്ന് ശമിപ്പിക്കാൻ ആ രാഗത്തിന്റെ ദൈവിക ഭാവം ഗുണപ്പെടുന്നുണ്ട് എന്ന് സാരം. നാഗവല്ലി പാടിയ അതേ രാഗത്തിന്റെ മറ്റൊരു ഭാവം വെച്ച് നാഗവല്ലിയുടെ ആത്മരോഷത്തെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ടാണിതെന്നും വായിച്ചെടുക്കാം. MG രാധാകൃഷ്ണനാണ് ഈ ഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്തത്. ഈ രാഗത്തെക്കുറിച്ച് ചില വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചിലതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയാവുന്നതാണ്. അതിലൊന്ന്, തെറ്റായ സമയത്ത് ആഹിരി രാഗം ആലപിച്ചാൽ പാടിയ ആൾക്ക് ഭക്ഷണം കിട്ടില്ല എന്നൊരു വിശ്വാസമാണ്. വേറൊന്ന്, സന്ധ്യാസമയങ്ങളിൽ ഈ രാഗമുള്ള കീർത്തനങ്ങൾ പാടാറില്ല എന്നതാണ്. കൂടാതെ ഈ രാഗം കച്ചേരികളിൽ അധികം ഉപയോഗിക്കാറില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഉപയോഗിച്ചാൽ തന്നെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉപയോഗിക്കൂ. ഈ രാഗം ഉണ്ടാക്കുന്ന മൂഡിൽ നിന്ന് അടുത്ത രാഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്നതിനാൽ കച്ചേരിയുടെ അവസാന ഭാഗങ്ങളിലാണ് ഈ രാഗം ഉപയോഗിക്കാറുള്ളത്. ആഹിരി രാഗത്തെക്കുറിച്ച് കുറേയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന വാദവുമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ മനുഷ്യർ ഉറക്കമുണരണമെന്നും ആ സമയത്ത് ആലപിക്കേണ്ട കീർത്തനമാണ് ആഹിരി രാഗം എന്നും പറയുന്നവരുണ്ട്. ആ നിശ്ചിത സമയത്ത് എഴുന്നേൽക്കുന്നത് ആയുസ്സിന് നല്ലതെന്നും ഇതിനോടൊപ്പം വിശദീകരിക്കുന്നവരാണിവർ. മണിച്ചിത്രത്താഴിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന നിരവധി പോസ്റ്ററുകളിൽ ഒന്നിൽ വന്ന പരസ്യവാചകമായിരുന്നു, എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത്രത്തോളം മനസ്സറിഞ്ഞു പുകഴ്ത്തിയ ഒരു സിനിമ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല
ഉണ്ടായിട്ടില്ല എന്നത്. സിനിമ കണ്ടിറങ്ങിയവർ പരസ്പരം പറഞ്ഞും വീണ്ടും കണ്ടും വിസ്മയമായി തീർന്ന മണിച്ചിത്രത്താഴിന്റെ പിറവി 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ ഇന്നും മണിച്ചിത്രത്താഴിനോടുള്ള അഭിനിവേശം കാണികളിൽ പുതുമ കെടാതെ നിലനിൽക്കുകയാണ്. അപൂർവമായി മാത്രം വെള്ളിത്തിരയിൽ സംഭവിക്കുന്ന മാജിക്കാണത്. ആ മാജിക് വീണ്ടും തിയേറ്ററുകളിലേക്ക് ആളെ നിറയ്ക്കുമെന്ന് ഉറപ്പാണ്.